സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതം കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമശതസഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരുപുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തത്താവത് ബാധിതാക്ഷാൽ ഗുരുപവരപുരേഹന്തഭാഗ്യം ജനാനാം. നമസ്കാരം. സനാതന ധർമ്മ സംഹിതകളിലെ വിജ്ഞാന ശകലങ്ങൾ പങ്കുവയ്ക്കാനായുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയരെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അപേക്ഷിക്കുന്നതോടൊപ്പം സബ്സ്ക്രൈബ് ചെയ്തവർക്ക് അഗാധമായിട്ടുള്ള നന്ദിയും കൂടി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ശ്രീമദ് നാരായണീയത്തിൽ പൂതനാമോക്ഷം, പൂതന അതിസുന്ദരിയായിട്ടും കുലീനയായിട്ടും ഉള്ള വേഷത്തോടുകൂടി ഗോകുലത്തിൽ വന്നു ഭഗവാനെ എടുത്ത് മുലപ്പാൽ കൊടുക്കുകയാണ്. സമതിരുക്യ തദംഗം അശങ്കിത ത്വമത ബാലകലോപനരോഷിത മഹതി വാമ്രബലം കുജമണ്ഡലം പ്രതിച്ച് ചൂഷിത ദുർവിഷ ദൂഷിതം അഥ ത്വം ബാലക ലോപന. കുട്ടികളെ നശിപ്പിക്കുന്നതിൽ കുപിതനായി ശങ്ക കൂടാതെ അവളുടെ മടിയിൽ കയറിയിരുന്നു. ഭഗവാൻ ഇവളെ ശരിയാക്കണമെന്ന് കുറേയിട്ട് തോന്നിയിരിക്കുന്നു. എല്ലാം ഭഗവാൻ അറിയണ്ടല്ലോ, എന്താ അറിയാത്ത? ഇത്രയും കുട്ടികളെ കൊല്ലുന്നത് ഓരോന്നും ഭഗവാൻ അറിഞ്ഞ് തക്കതായ ശിക്ഷ സമയം വരുമ്പോൾ അവൾക്ക് കൊടുക്കണം എന്ന് തീരുമാനിച്ചിട്ടാണ് കിടക്കണത്. കയ്യിൽ കിട്ടട്ടെ, കാണിച്ചു തരാം എന്നുള്ള നിലയ്ക്കാണ്. ബാലകലോപന രോഷിത, കുട്ടികളെ കൊല്ലുന്ന നിർദ്ദയ പ്രവൃത്തിയിൽ അവളോട് രോഷം കൊണ്ട് അവളെടുത്ത് മടിയിൽ വെച്ചപ്പോൾ ഒരു ചെറിയ കുട്ടിയായിട്ട് മുലപ്പാൽ കുടിച്ചു. അശങ്കിത തദംഗം സമതിരുഹ്യ, ശങ്ക കൂടാതെ അവളുടെ മടിയിൽ കയറിയിട്ട് എങ്ങനത്തെ മുലപ്പാൽ കുടിച്ചു? ദുർവിഷദൂഷിതം, വിഷം തേച്ച്. അതങ്ങോട്ട് കുടിച്ച് തുടങ്ങേണ്ട സമയമേ ഉള്ളൂ, മരിച്ചു വീഴും. അത്ര ശക്തമായിട്ടുള്ള വിഷം തേച്ച കുജമണ്ഡലം ഭഗവാന് കൊടുത്തു. കൃഷ്ണവിലാത്ര പറയും, പാഞ്ചജന്യം ഇവ പൂതനാസ്തനം പാണിപല്ലവയുഗേന പീഡയൻ ആനനേന മധുശത്രുമന്ദര ആദദേ സതു സതസമീരണാൻ. പാഞ്ചജന്യം വിളിച്ചിട്ട് ഭഗവാന് ശീലമുള്ളത് കൊണ്ട് ആ ശംഖ് ഊതണ പോലെ രണ്ട് കൈ കൊണ്ടും മുല കുടിച്ച് പിടിച്ചങ്ങോട്ട് കുടിക്കാൻ തുടങ്ങി. അങ്ങനെ ആ പ്രാണനോട് കൂടിയിട്ട് ഭഗവാൻ വലിച്ചെടുത്തു. അസുഭിരേവ സമന്തയതി ത്വയി തനമസോത്തനിതോപമനിസ്വന. എന്തിരുവടി പ്രാണനോടുകൂടി വലിച്ച് കുടിക്കുമ്പോൾ പൂതന കടന്ന് പടയാൻ തുടങ്ങി. ശക്തി മുഴുവനെ ചോർന്ന് വലിയ ശബ്ദത്തോടു കൂടിയിട്ട് തനമസോ തനിതോപമ നിസ്വന, വലിയ ശബ്ദത്തോടു കൂടിയിട്ട് ഇടിമുഴക്കം പോലെയുള്ള ശബ്ദത്തോടു കൂടി അലറി നിലംപതിച്ചു. ദയതായി നിജംബബു പ്രതിഗത, ഭയതായി നിജംബബു പ്രതിഗത. ഭയങ്കരമായിട്ടുള്ള ആ ശബ്ദം കൈക്കൊണ്ട് രണ്ട് കൈകളും നിവർത്തി താഴെ വീണു. എത്രയോ യോജന അവളുടെ ശരീരം വലുതായിരുന്നു എന്നാണ്. 3 യോജന എന്നൊക്കെ പറയും. ഇപ്പോൾ 12-13 കിലോമീറ്ററോളം വരും ഒരു യോജന. 10-27 കിലോമീറ്റർ. അപ്പോൾ എത്ര വലിയ ശരീരമാണ്. ആകെ ചെമ്പിച്ച തലമുടി ഒക്കെ അങ്ങനെ പരത്തി ആണ് അവൾ കിടന്നത്. വിപ്രകീർണ കചബാല പല്ലവ ഭഗ്നബാഹുവിടബാ നിശാചരി. ശാചരിയായിട്ടുള്ള അവൾ കൈകൾ പരത്തി കിടക്കുന്നത് കണ്ടപ്പോൾ ഒരു വലിയ നദിയുടെ കുറുകെ ചിറ കെട്ടിയതുപോലെ തോന്നപ്പെട്ടു. കൈകൾ അത്ര വലിപ്പണ്ടേ. ഭഗ്നബാഹു, കൈകളൊക്കെ തകർന്നു, സന്ധിബന്ധങ്ങളൊക്കെ തകർന്ന വിടബ, വലിയൊരു മരം പോലെ. ആ മരത്തിൻ്റെ ഇപ്പോൾ തളിർത്ത തളിര് ചുവന്ന നിറാവും അല്ലേ? മാൻതളിരൊക്കെ ഇപ്പം അങ്ങോട്ട് തളിർത്ത ചുവന്നതാവും.
അത് ചെറിയ മരങ്ങളുടെ ഇപ്പോൾ തളിർത്ത തളിരുപോലെ ചുവന്ന ചെമ്പിച്ച തലമുടി, വിപ്രകീർണ കചബാല പല്ലവ, ബാലപല്ലവം, ഇപ്പോൾ മുളച്ചതായിട്ടുള്ള തളിര്, മാന്തളിരോ ഏത് ചെടിയുടെയും തളിരിനാണ് പല്ലവം, ചുവന്ന നിറത്തോടു കൂടിയിട്ട്. സാപപാതഭുവി ഘോര നിസ്വന, ഘോരമായിട്ടുള്ള ശബ്ദത്തെ പുറപ്പെടുവിച്ച് മാരുതാപകത മഹീരുകോപമ, അവളുടെ ശരീരത്താൽ എല്ലാ മരങ്ങൾ, ഒരു മരമൊന്നുമല്ല, ആ ശരീരം സ്പർശിച്ച മരങ്ങളൊക്കെ കടപടാന്ന് വീണു. ഒരുപാട് മരങ്ങൾ കാറ്റടിച്ചാൽ ചിലപ്പോൾ കുറേ മരങ്ങൾ നിലംപതിക്കും ഇല്ലേ, ഒരു മരം ആവണമെന്നില്ല, മൊത്തത്തിൽ കാറ്റടിച്ച് പല മരങ്ങളും വീഴുക, അങ്ങനെ ഉണ്ടല്ലോ. അതുപോലെ ഇവളുടെ ശരീരം കൊണ്ട് അനവധി മരങ്ങൾ അവിടെ വീണു. ചെമ്പിച്ച തലമുടി പരത്തി വലിയ ശബ്ദത്തോടു കൂടിയിട്ട് പൂതന താഴത്തേക്ക് നിലംപതിക്കുകയും ചെയ്തു. അസുഭിരേവ സമം ദയതിത്വയി, അസുജീവൻ, ജീവനെടുത്തു. സ്തനമസോ തനിതോപമനിസ്വന, തനിതോപമം ഇടിവെട്ടണ ശബ്ദത്തോടു കൂടിയിട്ട്. നിരപതത് ഭയദായി നിജംബബു, തൻ്റെ ആ ശരീരത്തെ ഭയാനകമാക്കിക്കൊണ്ട്, സുന്ദരിയായിട്ടാണല്ലോ വന്നത്, പക്ഷേ ഭഗവാൻ വധിക്കപ്പെട്ടപ്പോഴേക്ക് അവളുടെ യഥാർത്ഥ ശരീരം, യഥാർത്ഥ ഭയാനക സ്വരൂപം പുറത്തേക്ക് എടുക്കേണ്ടി വന്നു. പ്രതിഗത പ്രവിസാര്യ ഭുജാഉഭൗ, പ്രവിസാര്യ പരത്തിയിട്ട്, ഭുജാഉഭൗ രണ്ട് കൈകളും പരത്തി എത്രയോ കിലോമീറ്റർ വരെ വരുന്ന ശരീരം പ്രദർശിപ്പിച്ചുകൊണ്ട് പൂതന താഴേക്ക് വീണു. ഭയതഘോഷണ ഭീഷണ വിഗ്രഹ ശവണദർശനമോഹിതവല്ലവേ, വ്രജപദേ തദുരത്തലകേലനം അനുഭവന്തമഗൃണ്ണത ഗോപിക. വ്രജപദേ ഗോകുലത്തിൽ, ഭയതഘോഷണ ഭീഷണ വിഗ്രഹ ശ്രവണ ദർശന മോഹിത വല്ലവേ, ഇങ്ങനെയാണ് അവളുടെ ശരീരത്തെ വർണ്ണിച്ചിരിക്കുന്നതെന്നാണെങ്കിൽ കേട്ടാൽ തന്നെ പേടിയുണ്ടാക്കണ ശബ്ദം ഉണ്ടായി. വീഴ്ചയിൽ കുറേ മരങ്ങൾ കട്ടപ്പെട്ടാന്ന് പുഴങ്ങി വീഴുമ്പോൾ ആർക്കായാലും ശരി അതെന്താണാവോ ഭയം ഉണ്ടാവും ഇല്ലേ. ഒരു പൂച്ച ചാടിയാൽ തന്നെ രാത്രി നമ്മൾ പേടിക്കണവരാ. അപ്പോൾ ഇത്രയും മരങ്ങൾ ഒന്നിച്ച് വീഴുമ്പോഴത്തെ ശബ്ദം കേട്ടാൽ ആർക്കാ പേടി ഉണ്ടാവാണ്ടിരിക്കുക. കാരണം ഭയതഘോഷണ ഭീഷണ വിഗ്രഹ ശ്രവണ ദർശന, ശബ്ദത്താ കേട്ടാൽ പേടി, കണ്ടാലോ അപാരമായിട്ടുള്ള രാക്ഷസിയാണ്, ആർക്കാ പേടിയില്ലാണ്ടിരിക്കുക. ഇപ്പോൾ കേട്ടാ പേടി, കണ്ടാ പേടി. ഭയതഘോഷണ ഭീഷണ വിഗ്രഹ, അങ്ങനത്തെ ശരീരത്തോടു കൂടി. ദർശനമോഹിത പല്ലവേ, സംഭ്രമിച്ച ഗോപികളോടുകൂടി. ഒരാൾ പേടിച്ചിരിക്കണു, അടുത്ത് പോവാനും കൂടി ആർക്കും ധൈര്യമില്ല. ആ മാതിരി ഒരു ശരീരമാണ്. അവിടെ മരിച്ചിട്ടുണ്ടോയെന്നിപ്പോൾ അവർക്ക് ഉറപ്പൊന്നുമില്ലല്ലോ, ഭഗവാനല്ലേ അറിയുള്ളൂ. അവളുടെ മാറത്ത് കളിക്കണ ഭഗവാനെ ഇങ്ങനെ കാണുകയാണ്. തദുരസ്ഥല കേലനം, യാതൊരു പരിഭ്രമമില്ലാണ്ട് ആ മാറത്തെങ്ങനെ കളിക്കണ ഭഗവാനെ അവർ കണ്ടു. എങ്ങനെ ഇപ്പോൾ പോയിട്ട് എടുക്കാതിരിക്കാൻ പറ്റുമോ? അതുമില്ല. അനുഭവന്തമഗണ്ണത ഗോപിക, കളിക്കിന് കണ്ടപ്പോൾ അവർക്ക് ഒന്ന് തീരുമാനമായിരിക്കണു, ഇവൾ മരിച്ചിരിക്കണു, അല്ലെങ്കിൽ ഇപ്പോൾ ഇങ്ങനെ കളിക്കാൻ അവിടെ പറ്റുമോ? കൃഷ്ണൻ്റെ ആ കളി കണ്ടപ്പോൾ തീരുമാനമായി പൂതന മരിച്ചിരിക്കണു, ഏതായാലും ഇളകണമൊന്നുമില്ല, ചത്തിരിക്കണു, അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഉണ്ണിയെടുക്കുക എന്ന് പറഞ്ഞ് നനുഭവന്തം അഗണ്ണത ഗോപിക, കൃഷ്ണനെ സാവധാനം രണ്ടും കൽപ്പിച്ച് കയ്യിലെടുത്തു. ഭുവനമംഗളനാമഭിരേവതേ യുവതിഭിർ ബഹുധാകൃതരക്ഷണ തുമയിവാത നികേതനനാഥമാം അഗതയൻ ഗുരുതാവക സേവകം. ചെറിയ ശ്ലോകങ്ങളാണ് ഇവിടെ പറയണ. ഭഗവാനെ അങ്ങ് ഈ ലോകത്തിന് മുഴുവൻ മംഗളം ചെയ്യുന്ന ആളാണ്. നമ്മളും വിഷമം വരുമ്പോൾ നാരായണ കവചം ചെല്ലുക, വിഷ്ണു സഹസ്രനാമം ചെല്ലുക, അവിടുത്തെ അമംഗളങ്ങളൊക്കെ പോവും. സുദർശന മന്ത്രമുണ്ട്, വളരെ അത്ഭുത ഫലമുള്ളതാണ് സുദർശന മന്ത്രം എന്നാണ്, ലീമന്ത്രമാണ്. അപ്പോൾ ഭഗവാനെ വിചാരിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഭഗവാനെ ഉപാസിച്ചു കഴിഞ്ഞാൽ എല്ലാ അമംഗളങ്ങളും ഇല്ലാണ്ടാവും, സർവമംഗളങ്ങളും ഉണ്ടാവുകയും ചെയ്യും. ആ ഭഗവാന്
ഇവള് കാരണം ദുഃഖമുണ്ടായോ എന്ന് സംശയിച്ചു. അതവരുടെ ഒരു ബാലിശത്വം, അറിവില്ലായ്മ. ഭഗവാനെ ആർക്കെങ്കിലും ഉപദ്രവിക്കാൻ ഈ ലോകത്തിൽ പറ്റുമോ? അവർ ചിന്തിച്ചില്ല. പക്ഷെ ഇപ്പോൾ കുട്ടിയായിട്ടേ കണ്ടുള്ളൂ, യശോദയുടെ ഉണ്ണിയായിട്ടേ കണ്ടുള്ളൂ. നാമ പിരേവത്തെ യുവതിർബകുതാകൃതരക്ഷണ. ചില രക്ഷാകർമ്മങ്ങൾ നമ്മുടെ നാട്ടിൽ പതിവുള്ളത് ചെയ്തു. പശുവിൻ്റെ വാലിൻ്റെ ഇടയിൽ കൂടെ ഒഴിയിക്കുക, പശുവിൻ്റെ കാലിൻ്റെ ഇടയിൽ കൂടെ കുട്ടിയെ ഇങ്ങനെ കൊണ്ടുപോവുക, ചാണകം മേല് സാവധാനം ഇങ്ങനെ തൊടുക. ഇതൊക്കെ ചെയ്താൽ ഈ ഭയം ഇല്ലാണ്ടേക്കാൻ പറ്റുന്നതാണ്. ചാണകത്തിന് അത്ര ശക്തി ഉണ്ടെന്നാണ്. പൂജയ്ക്ക് ചാണകം എടുക്കുന്നതാണ്. ഒരു ജീവിയുടെ വിസർജനവും നമ്മൾ ശുദ്ധമായിട്ട് കണക്കാക്കലില്ല. വിസർജനം, പക്ഷെ പശുവിൻ്റെ വിസർജനം അടക്കം ശുദ്ധമാണ്. ചാണകം തേച്ച് ദേഷ്യം വന്ന് നമ്മൾ അവളെ ഇവിടുന്ന് അടിച്ച് ചാണകം തേച്ചിട്ടേ ഇവിടെ വേറെ കാര്യമുള്ളൂ. അപ്പോൾ ചാണകം എല്ലാറ്റിനെയും ശുദ്ധമാക്കുന്നതാണ്. ഒരു അകത്തൊരു വൃത്തം വരച്ചാൽ ചാണകത്തിൻ്റെ ഒരു തുള്ളി വീണാൽ ആ ചാണ് മുഴുവൻ അണുവിമുക്താവുന്ന പറയണം. അതുകൊണ്ടാണ് അത്ര ചാണകം എന്ന് പേരെന്നെ വന്നത്. അത്ര വിശിഷ്ടമാണ്. അപ്പം അത് ശരീരത്തിൽ കുറേശ്ശെ അങ്ങനെ തേക്കുക ഒക്കെ ചെയ്ത കുട്ടിക്ക് ബാധയോ ഉപദ്രവമോ ഉണ്ടാവുമോ എന്ന് അവരുടെ ബാലബുദ്ധി കൊണ്ട് അവർക്ക് തോന്നി. ആരാണ് ഈ കിടക്കണത് എന്ന് അവരറിഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ത്വമൈവാതനികേതനനാഥമാം അഗതയൻ ഗുരുതാവക സേവകം. അല്ലെങ്കിൽ സർവേശ്വര, അങ്ങേ സേവിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ ദുഃഖത്തെയും രോഗത്തെയും അങ്ങ് ശമിപ്പിച്ചു തരേണമേ. അപ്പോൾ അവിടെ ഒരു കവചമുണ്ട്, അതാണ് ഈ ബാലകവചം. അവ്യാദജോഘ്രിമണിമാൻ തവജാന്വതോരു യജ്ഞോച്യുതക്കടിതടഞ്ജടരം ഖയാസ്യ ഋക്കേശവത്വത് ഉദര ഈശ ഇനത്തുകണ്ഠം വിഷ്ണുഭുജം മുഖമുരുക്രമ ഈശ്വരക്കം. ഈ കുട്ടിയുടെ അംഘ്രിയെ അജൻ എന്ന് പറയുന്ന ഭഗവാൻ രക്ഷിക്കട്ടെ. മണിമാൻ എന്ന് പറയുന്നതായിട്ടുള്ള ഭഗവാൻ കാൽമുട്ടുകളെ രക്ഷിക്കട്ടെ. അംഘ്രി കാലുകൾ, മറ്റത് കാൽമുട്ടുകളാണല്ലോ. യജ്ഞോ അച്യുത കടിതടം, യജ്ഞസ്വരൂപത്തിലുള്ള ഭഗവാൻ അരക്കെട്ട് രക്ഷിക്കട്ടെ. വയറ് ഹയഗ്രീവ സ്വരൂപനായിട്ടുള്ള ഭഗവാൻ രക്ഷിക്കട്ടെ. ഹൃദയത്തെ കേശവൻ രക്ഷിക്കട്ടെ. സൂര്യഭഗവാൻ കണ്ഠത്തെ രക്ഷിക്കട്ടെ. ഇവരൊരു ഈശ്വരൻ്റെ രൂപം തന്നെയാണ്, വേറെ ഒന്നും അല്ലതേ. വിഷ്ണുർ ഭുജം, കുട്ടിയുടെ കൈകളെ വിഷ്ണു രക്ഷിക്കട്ടെ. പരാക്രമം അടിച്ച് 3 ലോകം അളന്ന ഭഗവാൻ, വാമന സ്വരൂപത്തിൽ അളന്നതായിട്ടുള്ള ഭഗവാൻ മുഖം രക്ഷിക്കട്ടെ. അരക്കെട്ടിനെ എല്ലാറ്റിനെയും നിയന്ത്രിക്കുന്ന ഈശ്വരൻ രക്ഷിക്കട്ടെ. അങ്ങനെ വലിയൊരു കവചമുണ്ട്, കുറേ ശ്ലോകങ്ങൾ. ഇന്ദ്രിയാണി ഋഷികേശ പ്രാണാൻ നാരായണോവതു. ഇന്ദ്രിയങ്ങളെ ഋഷികേശൻ രക്ഷിക്കട്ടെ, പ്രാണങ്ങളെ നാരായണൻ രക്ഷിക്കട്ടെ, ചിത്തത്തെ വാസുദേവൻ രക്ഷിക്കട്ടെ, ബുദ്ധിയെ പ്രദ്യുമ്നൻ രക്ഷിക്കട്ടെ, അനിരുദ്ധൻ മനസ്സിനെ രക്ഷിക്കട്ടെ, മനസ്സിന് ദുശ്ചിന്തകൾ വരാതെ ഭയം ഇല്ലാതെ രക്ഷിക്കട്ടെ. ഇങ്ങനെ ഒരു കവചം ജപിച്ച് 3 ലോകത്തെയും രക്ഷിക്കണ ഭഗവാന് ബാധ ഏൽക്കും എന്ന് വിചാരിച്ച് അവർ രക്ഷാകർമ്മങ്ങൾ ചെയ്തു. ഭഗവാൻ അതെല്ലാം അംഗീകരിക്കുകയും ചെയ്തു. അറിവില്ലായ്മ കൊണ്ടാണെങ്കിലും തന്നോടുള്ള സ്നേഹം അവർക്കുണ്ടല്ലോ. ആ സ്നേഹം കൊണ്ടാണല്ലോ കുട്ടിക്കൊന്നും പറ്റരുത് എന്നുള്ള തോന്നലുണ്ടായത്. അപ്പോൾ തന്നെ സ്നേഹിക്കുന്നതായിട്ടുള്ള ഗോപന്മാർക്കും ഗോപികൾക്കും അച്ഛനമ്മമാർക്കും നല്ലത് വരാൻ വേണ്ടിയിട്ട് ചിന്തിച്ചുകൊണ്ട് ഇതെല്ലാം അറിയാത്ത പോലെ അങ്ങനെ കിടന്ന ഭഗവാൻ അംഗീകരിച്ച് അവിടെ കിടന്നു എന്നും പറഞ്ഞിട്ടാണ് പൂതനാമോക്ഷം. ഇപ്പോൾ ഭാഗവതത്തിൽ ഇത് അവസാനിപ്പിക്കുക, ഏതത് പൂതനാമോക്ഷം കൃഷ്ണസ്യർഭകചേഷ്ടിതം. കൃഷ്ണൻ ചെയ്തതായിട്ടുള്ള ഈ പൂതനാമോക്ഷാദി ലീലകൾ ഏതൊരാൾ പ്രഭാതത്തിൽ കേൾക്കുന്നുവോ സ്മരിക്കുന്നുവോ അവർക്ക് സർവ്വ ദുഃഖങ്ങളും ഇല്ലാണ്ടാവും. കൃഷ്ണൻ്റെ കഥയുടെ ഒരു പ്രത്യേകതയാണ് അതല്ലേ. അതാണ് കേൾക്ക് എത്ര ഇപ്പം നമ്മൾ പറഞ്ഞിട്ടുണ്ടാവും ഈ പൂതനാമോക്ഷം. പക്ഷേ പിന്നെ അത് പറയുമ്പോൾ അതിൻ്റെ ആ ഒരു പുതുമയും ഭക്തിരസവും ഉണ്ടാവുന്നതാണ്. അതാണ് കൃഷ്ണകഥകൾക്കുള്ളൊരു പ്രത്യേകത. പഴക്കം എന്ന് പറയണത് അതിനില്ല. അപ്പോൾ ഏതൊരാൾ ഇതൊക്കെ സ്മരിക്കുന്നുണ്ടോ അവർക്കൊന്നും ലോകത്തിൽ ദുഃഖമില്ല. അതാണ് പൂതനാമോക്ഷം എന്ന് പറയുന്നത്. പൂതനാവധം എന്നല്ല പറയുക, ശരിക്ക് ഏതൽ പൂതനാമോക്ഷം എന്നാണ്. അപ്പം അവിടെ ഭഗവാന്റെ ഒരു കാരുണ്യം കൂടി ഉണ്ട്. എന്താ വെച്ചാൽ
കൊല്ലാനാണ് അവൾ വന്നിരിക്കുന്നത്. എത്ര ദുഷ്ടപ്രവൃത്തി ആലോചിച്ച് നോക്കൂ. വിഷം തേച്ച മുലപ്പാൽ തന്ന് കൊല്ലാൻ വരുന്ന ഒരാളെ ആരെങ്കിലും രക്ഷിക്കുമോ? ഭഗവാൻ അവൾക്ക് മോക്ഷ കൊടുത്ത്. അതെന്താ കാരണം? അമ്മ മകന് കൊടുക്കണ ഗതിയാണ് അത്ര അവൾ ചെയ്തത്. അമ്മ മകനെന്താ ചെയ്യുക? മുലപ്പാൽ കൊടുക്കുക. അപ്പോൾ അമ്മ ചെയ്യേണ്ട പ്രവൃത്തി ചെയ്താൽ നല്ലതല്ലേ വരേണ്ടത് എന്ന ന്യായം കൊണ്ടാവാം. മാത്രമല്ല, ഭഗവാൻ അവളുടെ മുലപ്പാൽ കുടിച്ചപ്പോൾ അവളുടെ പാപം മുഴുവനെ പോയി. അതുവരെയുള്ളൂ അവൾക്ക് പാപം. എപ്പോൾ ഭഗവാൻ സ്പർശിച്ചുവോ അവൾ ശുദ്ധയായി. ഭഗവത് സ്പർശത്താൽ ശുദ്ധയായതുകൊണ്ടാണ് അവൾ മോക്ഷത്തിന് അർഹത നേടിയത് എന്നും ഭാഗവതത്തിൽ പറയുന്നു. അതുകൊണ്ട് അമ്മ എങ്ങനെ മകന് മുലപ്പാൽ കൊടുത്തുവോ അതേപോലെ ആയതുകൊണ്ട് അവൾക്ക് ഭഗവാന്റെ അമ്മയുടെ ഒരു സ്ഥാനം ഉണ്ടായി എന്ന് പറയുന്നു. മഹാബലി ചരിതത്തിൽ വാമനമൂർത്തി വന്നപ്പോൾ മഹാബലിയുടെ മകളായിരുന്നു ഈ പൂതന എന്നാണ്. അപ്പോൾ അവൾ വിചാരിച്ചു, ഇത്ര ഈ കുട്ടിക്കൊന്ന് മുലപ്പാൽ കൊടുത്തിട്ട് അവിടെ മരിച്ചാലും വേണ്ടില്ല, എന്തൊരു ഭാഗ്യമാവും ആ സ്ത്രീക്ക്. മുലപ്പാൽ കൊടുക്കണം എന്നല്ല പ്രാർത്ഥിച്ചു, എന്നിട്ട് മരിക്കണം എന്ന് പ്രാർത്ഥിച്ചു. അപ്പോൾ അതേ ഫലം തന്നെ വന്നു. എന്നാൽ നീ അടുത്ത ജന്മം പൂതനയാവ്, എനിക്ക് മുലപ്പാൽ തിന്നിട്ട് മരിക്കണം എന്നല്ലേ നീ പ്രാർത്ഥിച്ചതെന്നും പറഞ്ഞ് ഭഗവാൻ അനുഗ്രഹിച്ചതുകൊണ്ടാണ് പൂതനയായിട്ട് ജനിച്ചത്. അപ്പോൾ ശുദ്ധിയില്ലാത്തവളല്ല പൂതന എന്നും പറഞ്ഞിട്ട് ആ പൂതനയുടെ ചരിത്രമാണ് അവസാനിപ്പിച്ചു. പിന്നീട് ശകടാസുരൻ്റെ വരവാണ്. നല്ലൊരു പ്രഭാതം എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.